നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കായണ്ണ ഗ്രാമപഞ്ചായത്ത് 2026-27 ബജറ്റ് കാർഷിക മേഖലയ്ക്കും പാർപ്പിടത്തിനും മുൻഗണന. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK രജിത ബജറ്റ് അവതരിപ്പിച്ചു. കായണ്ണ ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK രജിത അവതരിപ്പിച്ചു. സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ള മനുഷ്യന് മാത്രമല്ല ജന്തുജാലങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമിയിലെ എല്ലാത്തിനും അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഗ്രാമപഞ്ചായത്തിലേക്ക് ലഭ്യമാകുന്ന വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EC സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി വിശദീകരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AC ശരൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമേശൻ കോമത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജി സുനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് KK, അക്കൗണ്ടന്റ് ജംഷിദ് അലി, ഹെഡ് ക്ലർക്ക് സെലീന റെസ്റ്റ എന്നിവരും പങ്കെടുത്തു. കാർഷിക മേഖലയ്ക്ക് മുഖ്യ പരിഗണന നൽകിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AC സന്തോഷ് പറഞ്ഞു. നമ്മളെ ബജറ്റിന് അവതരിപ്പിച്ചു. ഇതിൽ നമ്മൾ കാർഷിക മേഖലയ്ക്ക് 44,16,000 രൂപയാണ് നമ്മൾ ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കുന്നത് കാർഷിക മേഖലയ്ക്കാണ്. അപ്പം കാർഷിക മേഖലയിൽ നെൽകൃഷി ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന വയലുകളുടെ അളവ് കുറഞ്ഞ് ആളുകൾ അതിൽ ഒരു താല്പര്യം കാണിക്കാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് കാർഷിക മേഖല സമ്പുഷ്ടിപ്പെടുത്തുക എന്നുള്ള നിലയ്ക്ക് ബജറ്റിൽ കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത് ആ മേഖലയ്ക്കാണ്. മറ്റൊന്ന് പാർപ്പിട മേഖലയാണ്. 200-ലധികം ആളുകൾ ഇതിൽ ഇപ്പോൾ അപേക്ഷകരായിട്ടുണ്ട്. അതിൽ എഗ്രിമെന്റ് വെച്ച ആളുകളുണ്ട്. കുറേ ആളുകൾക്ക് അതിൻ്റെ 1ാം ഗഡു 2ാം ഗഡു കൊടുത്തിട്ടുണ്ട്. ബാക്കി ആളുകൾ കൂടി അതിൻ്റെ പൈസ കൊടുക്കുന്നതിനാവശ്യമായി ആ മേഖലയിലും വലിയ തോതിൽ ഫണ്ട് നീക്കി വെച്ചിട്ടുള്ള ബജറ്റാണ് ഇപ്പം അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ബജറ്റാണ്. അതുപോലെ അംഗൻവാടി കുട്ടികൾക്ക്, അതുപോലെ സ്ത്രീകൾക്ക് അവരുടേതായ പ്രത്യേക പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബജറ്റാണ് ഈ വർഷം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പൊതുവെ കായണ്ണ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള എല്ലാ മേഖലയിലും, ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ, അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കുന്നതിനും ഉള്ളൊരു ബജറ്റാണ് ഈ വർഷം നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഈ തനത് വരുമാനം ഏറ്റവും കുറഞ്ഞ പഞ്ചായത്താണ് കായണ്ണ പഞ്ചായത്ത്. ഇവിടെ ആകെയുള്ളത് ഇവിടുത്തെ വസ്തു നികുതി ഇനത്തിലുള്ള വരുമാനം മാത്രമാണ്. മറ്റ് വിനോദ നികുതിയോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള നികുതിയോ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിലവിലില്ല. അപ്പം സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഗ്രാന്റുകളും, അതുപോലെ തന്നെ MLA ഫണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട്, അതുപോലെ എവിടെ നിന്നെല്ലാണോ നമുക്ക് ഫണ്ട് ലഭിക്കാൻ സാധ്യതയുള്ളത് അതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങളാണ് കായണ്ണ പഞ്ചായത്തിൽ നേരത്തെയുള്ള ഭരണസമിതി നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഈ ഭരണസമിതിയും നടത്താൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കായണ്ണയുടെ ഒരു സമഗ്ര മാറ്റം